Good morning, welcome to this video. Today in this video we are going to discuss the deflection magnetometer. Deflection magnetometer, as I told, has a compass box in the center of a wooden scale. ഒരു സ്കെയിലിൻ്റെ നടുക്ക് 1 മീറ്റർ നീളമുള്ള സ്കെയിലിൻ്റെ നടുക്ക് ഒരു കോമ്പസ് ബോക്സ് ഉണ്ട്. അതിലൊരു മാഗ്നറ്റിക് നീഡിലും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പോയിന്ററും ഒരു സർക്കുലർ സ്കെയിലും ഉണ്ട്. ഈ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ ഉപയോഗിക്കേണ്ടത് നമുക്ക് 3 അറേഞ്ച്മെൻ്റാണ് നമുക്കിതിലുള്ളത്. അതായത് നമുക്ക് ഈ ഡിഫ്ലക്ഷൻ മാഗ്നറ്റർ ഉപയോഗിച്ച് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും ഹൊറിസോണ്ടൽ കമ്പണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡും കണ്ടുപിടിക്കാൻ പറ്റും. There are 3 positions or 3 configurations to use the deflection magnetometer for determining the magnetic moment of a magnet or bar magnet and to determine the horizontal component of Earth's magnetic field. So these 3 positions are tan A position, tan B position and tan C position. So we will understand, we will look into the 3 positions. Now first of all, tan A position. In this position, we keep the bar magnet parallel to the wooden board or deflection magnetometer or arms of the deflection magnetometer, and the entire setup will be in the east-west position. So for arranging this in the east-west position, what we will do is, first of all, the compass box only is rotated so that the 0 line of the compass box is parallel to the arm of the deflection magnetometer. Tan A പൊസിഷനിൽ നമ്മൾ ഈ വുഡൻ ബോക്സ്, അതായത് ഈ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ, അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന മൊമെൻറ്റ്, ബാർ മാഗ്നറ്റിൻ്റെ മൊമെൻറ്റ്, ആ ബാർ മാഗ്നറ്റിനെ ഈ മാഗ്നറ്റോമീറ്ററിന് പാരലായിട്ടാണ് വെക്കുക. എൻ്റയർ അപ്പാരറ്റസ്, ഇതിൻ്റെ മൊത്തം സെറ്റപ്പും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോമ്പസ് ബോക്സ് മാത്രം കറക്കി റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ആ കോമ്പസ് ബോക്സിൽ 0 ലൈൻ ഈ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററിന് പാരലാക്കുക, സെൻറ്റർ ആക്കുക. അതായത് 0 ലൈനും ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററും പാരലായിരിക്കണം. അതിനുശേഷം ഈ മാഗ്നറ്റോമീറ്റർ ഒന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. Then the magnetometer as a whole is rotated till the pointer reads 0. ഇപ്പം നമ്മൾ ഈ കോമ്പസ് ബോക്സിലെ 0 ലൈൻ മാത്രമേ, അതായത് റീഡിങ്ങിലെ 0 ലൈൻ മാത്രമേ പാരലൽ ആയിട്ടുള്ളൂ. ഇനി നമ്മൾ ആ പോയിന്റർ, അലൂമിനിയം പോയിന്ററും കൂടെ 0 ആക്കണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ അലൂമിനിയം പോയിന്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് നീഡിലുണ്ട്. ആ നീഡിൽ എപ്പോഴും നോർത്ത് സൗത്തിലായിരിക്കും നിൽക്കുക. ഇത് നമ്മൾ മാഗ്നറ്റ് വെക്കാതെ, നമ്മുടെ ബാർ മാഗ്നറ്റ് വെക്കാതെയാണ് ഇത് ചെയ്യേണ്ടത്. ബാർ മാഗ്നറ്റുകളൊക്കെ മാറ്റി ദൂരെ വെച്ചുകൊണ്ട് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് മാത്രം ഉള്ള സിറ്റുവേഷനിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ അലുമിനിയം പോയിന്റർ 0 കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. കാരണം നോർത്ത് സൗത്തിൽ ആയിരിക്കും അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് നീഡിൽ ഉണ്ടാവുക. അപ്പോൾ അലുമിനിയം പോയിന്റർ ഈസ് ഇൻ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് നീഡിൽ. Next is we have to start the experiment by placing the magnet horizontally parallel to the arm of the deflection magnetometer on one side of the compass box. Compass boxന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ മാഗ്നറ്റിനെ വെക്കുക, പാരലായിട്ട് ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററിന് പാരലായിട്ട് വെക്കുക, such that the deflection in the aluminum pointer is between 30 and 60 degree. അപ്പോൾ അലൂമിനിയം പോയിന്ററിൽ 30നും 60 ഡിഗ്രിക്ക് ഇടയിൽ ഒരു റീഡിംഗ് കിട്ടുന്ന രീതിയിൽ മാഗ്നറ്റിനെ പാരലായി ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററിൽ വെക്കുക. സോ അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമുക്കറിയാം ഇവിടെ ഈ കോമ്പസ് ബോക്സിനുള്ളിലുള്ള മാഗ്നറ്റിക് നീഡിൽ 2 മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യും. അത് രണ്ടും ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഈ നമ്മൾ വെച്ച ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് 2
എർത്ത്സ് ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ്, ഹൊറിസോണ്ടൽ കമ്പണന്റ് ഓഫ് ദ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമുക്കറിയാം ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് മാഗ്നറ്റിക് ഫീൽഡിൽ ആക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഒബേ ടാൻജന്റ് ലോ. ടാൻജന്റ് ലോ ഇസ് B is equal to BH tan theta. That is what we studied in the last video. So accordingly, the BH tan theta is the B. B is equal to BH tan theta. So this B is the net magnetic field which is by the tangent law. So, but we know that if I have a magnet, ഒരു മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, ബിക്കോസ് ഇഫ് ഐ പ്ലേസ് ദ സെന്റർ, the distance from the center of the magnet to the center of the compass box is D, small d. So we know that the magnetic field produced at a distance at a point D away from the center of a magnet is given by mu 0 by 4 pi 2 md by d square minus L square the whole square. So the length of the magnet is considered to be 2 L's, 2 small L. So the half the length is L. So the magnetic, so we know the magnetic field formula by a bar magnet and also the magnetic field from the tangent law. So we equate these two magnetic fields. The left side represents the magnetic field by the tangent law and the right side represents the magnetic field due to a bar magnet at a point D away from the on the axial point. So axial point ile ഒരു മാഗ്നറ്റിക് ഡൈപോളിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ആണ് mu 0 by 4 pi 2 md by d square minus L square the whole square. അപ്പോൾ ഈ സ്മോൾ എൽ എന്ന് പറയുന്നത് L by 2 ആണ്. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇതെല്ലാം ഇട്ടു. അങ്ങനെ ടാൻ എ പൊസിഷനിൽ ഈ ഇക്വേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. പ്രയർ ടു ദ പ്ലേസ്മെന്റ് ഓഫ് ദ മാഗ്നറ്റ് ദ കോമ്പസ്, അത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അതായത് ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്, അതായത് ഈ മൊത്തം സെറ്റപ്പിനെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ആദ്യം കോമ്പസ് ബോക്സ് മാത്രം റൊട്ടേറ്റ് ചെയ്ത് 0 ലൈൻ പാരലൽ ആക്കുക. അതിനുശേഷം ഒന്നായിട്ട് ഈ സെറ്റപ്പിനെ റൊട്ടേറ്റ് ചെയ്ത് മാഗ്നറ്റിക് നീഡിലും 0 ആക്കുക. അപ്പോഴാണ് അത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ വരുന്നത്. സോ അങ്ങനെ നമ്മൾ മാഗ്നറ്റിന്റെ ഇത് നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ ബി ഈസ് ഈക്വൽ ടു ടാൻജന്റ് ലോ ഉപയോഗിക്കാത്ത, അതായത് ഒരു മാഗ്നറ്റിക് ഡൈപോൾ കൊണ്ടുണ്ടാകുന്ന ഇക്വേഷനാണ് ബി ഈസ് ഈക്വൽ ടു mu 0 p by 4 pi r square. അതിന്റെ ഫോർമുല നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് നമ്മൾ നേരത്തെ കണ്ട ഫോർമുല ആണ് mu 0 by 4 pi 2 md by d square minus L square the whole square. So finally this is the equation we got, and from here m by bh, we have m in the right side and bh in the left side. So we find the m by bh by cross multiplying. So we know the value of mu 0 is 4 pi to 10 raised to minus 7. So accordingly m by bh is equal to 10 raised to 7 into d square minus L square the whole square by 2d into tan theta, and let us call this m by bh as y. So if I know the value of bh, I can find out the value of m. So what we do, we find the value of bh from other methods, or we can use the standard value of bh, that is horizontal component of Earth's magnetic field. അപ്പോൾ horizontal component of Earth's magnetic fieldന്റെ വാല്യൂ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എം എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ്, മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദിസ് ബാർ മാഗ്നറ്റ്. ഇനി ടാൻ ബി പൊസിഷനിലേക്ക് നോക്കാം. ദ സെക്കൻഡ് കോൺഫിഗറേഷൻ ഓർ സെക്കൻഡ് പൊസിഷൻ ഓഫ് യൂസിംഗ് ദ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ is called tan B position. See, the tan B position, the bar magnet is kept perpendicular to the arm of the deflection magnetometer. ഇപ്പോൾ നേരത്തെ ടാൻ എ പൊസിഷനിൽ നമ്മൾ ഈ മാഗ്നറ്റിനെ ഈ മാഗ്നറ്റോമീറ്ററിന് പാരലായിട്ട് ഒരു ആമിന് പാരലായി വെക്കുകയാണ് ചെയ്തത്. പക്ഷെ ടാൻ ബി പൊസിഷനിൽ നമ്മൾ ഈ മാഗ്നറ്റിനെ ഈ ആമിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി വാട്ട് വി ഡു, നമ്മൾ നേരത്തെ ടാൻ എ പൊസിഷനിൽ 0 ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, ഈ കോമ്പസ് ബോക്സിന്റെ 0 ആണ് നമ്മൾ ഈ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററിന് പാരലാക്കി വെച്ചിരുന്നത്. പക്ഷെ ടാൻ ബി പൊസിഷനിൽ അങ്ങനെയല്ല, 90 ആണ് എന്ത് ചെയ്യേണ്ടത്, കോമ്പസ് ബോക്സിന്റെ 90 ആണ് ഈ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററിന് പാരലായിട്ട് വെക്കേണ്ടത്. അതിനുശേഷം the magnetometer as a whole is rotated so that the pointer reads 0. അതിനുശേഷം നമ്മൾ ഈ മാഗ്നറ്റോമീറ്റർ ഒന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, ഈ പോയിന്റർ എന്ത് ചെയ്യണം, 0 റീഡ് ചെയ്യണം. ഫൈനലി ദ മാഗ്നറ്റ് ഈസ് പ്ലേസ്ഡ് ഹൊറിസോണ്ടലി പെർപെൻഡിക്കുലർ ടു ദ ആം ഓഫ് ദ മാഗ്നറ്റോമീറ്റർ. മാഗ്നറ്റോമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ മാഗ്നറ്റ് പ്ലേസ് ചെയ്യണം അറ്റ് ഡിസ്റ്റൻസ് സച്ച് ദാറ്റ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ അലുമിനിയം പോയിന്റർ ഈസ് ബിറ്റ്വീൻ 30 ഡിഗ്രി 60 ഡിഗ്രിക്ക് ഇടയിലാണ്
ഡിഫ്ലക്ഷൻ വരുന്ന രീതിയിൽ നമ്മൾ വെക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദ ബി ഈസ് ഈക്വൽ ടു ബി എൻ സൈൻ ആൽഫ പ്ലസ് ബി എസ് സൈൻ ആൽഫ. ഇതെങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റാണിത്. അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ട, ഇവിടെ ഒരു ഒരു മാഗ്നറ്റിന്റെ ആക്സിയൽ പോയിന്റ് ഇവിടെ നോക്കിയാൽ ഈ മാഗ്നറ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ കോമ്പസ് ബോക്സ് ഇരിക്കുന്നത് എവിടെയാണ്? ആക്സിയൽ പോയിന്റ് അല്ല, മറിച്ച് ഇക്വറ്റോറിയൽ പോയിന്റിലാണ്. നമുക്കറിയാം ഒരു ഡൈപോളിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആക്സിയൽ പോയിന്റിൽ നമ്മൾ കണ്ടുപിടിക്കും, ഇക്വറ്റോറിയൽ പോയിന്റിൽ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇക്വറ്റോറിയൽ പോയിന്റിലാണ് ഇപ്പോൾ ആരുള്ളത്? കോമ്പസ് ബോക്സ് ഉള്ളത്. അപ്പോൾ ആ കോമ്പസ് ബോക്സിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ ബാർ മാഗ്നറ്റ്, ഈ ബാർ മാഗ്നറ്റ് കൊണ്ട് കോമ്പസ് ബോക്സിന്റെ പോയിന്റിൽ, സെൻട്രൽ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, വി ഹാവ് ടു യൂസ് ദ ഇക്വേഷൻ ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു മാഗ്നറ്റിക് ഡൈപോൾ അറ്റ് ആൻ ഇക്വറ്റോറിയൽ പോയിന്റ്. അപ്പോൾ ഇക്വറ്റോറിയൽ പോയിന്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് 2μ0 p/4π 1/d² + l² ദ ഹോൾ സ്ക്വയർ. ഈ ഫോർമുല ആണ് നമ്മൾ ഈ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല കിട്ടും. സോ ദിസ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഇക്വറ്റോറിയൽ പോയിന്റ് ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഡൈപോൾ. സോ but according to the tangent law, the magnetic field at a point is given by BH tan theta because there are two magnetic fields acting at this point. ഈ പോയിന്റിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ മാഗ്നറ്റ് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, രണ്ടാമത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഇക്വേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ദിസ് വൺ? μ0/4π m/d² + l² raised to 3/2 എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ പോയിന്റിലെ മാഗ്നറ്റിക് ഡൈപോൾ കൊണ്ട് ഇക്വറ്റോറിയൽ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതിനെ നമ്മൾ ടാൻജന്റ് ലോയിൽ കിട്ടിയ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? BH tan theta is equal to μ0/4π d² + l² raised to 3/2. അതിൽ നിന്ന് നമുക്ക് m/bh കാൽക്കുലേറ്റ് ചെയ്യാം. ദിസ് ഈസ് 4π/μ0 d² + l² raised to 3/2 tan theta. സോ ഇതിനെ നമ്മൾ y എന്ന് വിളിക്കുന്നു. MBH is equal to x, m/bh is equal to y. അപ്പോൾ MBHനെ x എന്നും m/bhനെ y എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ BH ക്യാൻസൽ ആയി പോയും m² is equal to xy എന്ന് കിട്ടും. അപ്പോൾ m is equal to √(xy) എന്ന് കിട്ടും. അതിൽ നിന്നും BHന്റെ വാല്യൂ √(x/y) എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സും വൈയും നമുക്ക് അറിയാമെങ്കിൽ BHന്റെ വാല്യൂ കണ്ടുപിടിക്കാം, എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. So we should keep the magnet such that the magnetic field is such that the aluminum pointer will get the reading between 30 and 60 degree. 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ഇടയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? മാഗ്നറ്റിക് റീഡിംഗ് കിട്ടേണ്ടത്, അലുമിനിയം പോയിന്ററിൽ റീഡിംഗ് കിട്ടേണ്ടത്. ഇനി tan C പൊസിഷനിലേക്ക് വരാം. ദാറ്റ് ഇസ് എ തേർഡ് പൊസിഷൻ ഓഫ് യൂസിങ് ദ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ ഫോർ ഫൈൻഡിങ് ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ മാഗ്നറ്റ്. അപ്പോൾ ഒരു മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള മൂന്നാമത്തെ പൊസിഷനാണ് tan C പൊസിഷൻ എന്ന് പറയുന്നത്. ഈ tan C പൊസിഷനിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മാഗ്നറ്റ് ഈസ് കെപ്റ്റ് വെർട്ടിക്കലി ഓൺ വൺ സൈഡ് ഓഫ് ദ ആം ഓഫ് ദ മാഗ്നറ്റോമീറ്റർ. അപ്പോൾ മാഗ്നറ്റോമീറ്ററിന്റെ ഒരു സൈഡിലെ ആമിൽ ഒരു മാഗ്നറ്റിനെ വെർട്ടിക്കലായിട്ട്, അതായത് നമ്മൾ മാഗ്നറ്റിന്റെ ഒരു അറ്റത്തിനെ നേരെ നിവർത്തി അതിനെ നേരെ മുകളിലേക്ക് ലംബമായി നിർത്തുന്നതിനാണ് വെർട്ടിക്കലായിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെർട്ടിക്കലായിട്ട് നമ്മളൊരു മാഗ്നറ്റിന് വെച്ച് കഴിഞ്ഞാൽ ആ കോൺഫിഗറേഷൻ നമ്മൾ tan C പൊസിഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ആ നേരത്തെ രണ്ട് പൊസിഷനിലും നമ്മൾ ഇനിഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് tan B പൊസിഷനിലാണെങ്കിൽ കോമ്പസ് ബോക്സിന് 90 ആയിരുന്നു, tan A പൊസിഷനിലാണെങ്കിൽ കോമ്പസ് ബോക്സിന്റെ 00 ആയിരുന്നു നമ്മൾ പാരലാക്കിയത്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കോമ്പസ് ബോക്സിന്റെ 00 പാരലാക്കണം, ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്ററിന് പാരലാക്കണം. അതിനുശേഷം നമ്മൾ ഈ കോമ്പസ് ബോക്സിന്റെ സെന്ററിൽ നിന്നും D അകലെ നമ്മളുടെ മാഗ്നറ്റിനെ വെക്കുകയും അതിനുശേഷം നമ്മൾ ഈ പറയുന്ന 30 to 60 ഇടയിൽ ഈ മാഗ്നറ്റിക് അലുമിനിയം പോയിന്റർ റീഡ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മാഗ്നറ്റിനെ വെക്കുകയും ചെയ്യണം. ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ മാഗ്നറ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ആക്ട് ചെയ്യും. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മാഗ്നറ്റ് വെർട്ടിക്കലായിട്ട് വെക്കുന്ന സമയത്ത് ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്തൊരു പോയിന്റ് ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് ആൻ ആക്സിയൽ പോയിന്റ് ബട്ട് ഇറ്റ് ഈസ് എൻ ഇക്വറ്റോറിയൽ പോയിന്റ്. കാരണം ആക്സിയൽ പോയിന്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഈ പ്ലെയിനിനെ നമ്മൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ XY പ്ലെയിൻ ആണെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഈ Z ആക്സിസിലാണ് ഇപ്പം മാഗ്നറ്റ് ഇരിക്കുന്നത്.
അപ്പോൾ ഈ ഇസഡ് ആക്സിസിലെ പോയിന്റ് ആയിരിക്കും ആക്സിയൽ പോയിന്റ്. പക്ഷെ ഇത് ഈ പോയിന്റ് വൈ എന്ന് പറയുന്ന ആക്സിസിലാണ് ഇരിക്കുന്നത്. കാരണം നമ്മുടെ കോമ്പസ് ബോക്സ് ഇരിക്കുന്നത് വൈ ആക്സിസിലാണ്. അപ്പോൾ വൈ ആക്സിസ് എന്ന് പറയുന്നത് ഈ വെർട്ടിക്കലായിട്ടിരിക്കുന്ന മാഗ്നറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വെർട്ടിക്കലായിട്ടിരിക്കുന്ന മാഗ്നറ്റിന്റെ ഇക്വറ്റോറിയൽ പോയിന്റ് ആണ് കോമ്പസ് ബോക്സ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കോമ്പസ് ബോക്സിന്റെ സെന്റർ എന്ന് പറയുന്നത് മാഗ്നറ്റിന്റെ ഇക്വറ്റോറിയൽ പോയിന്റ് ആയിരിക്കും. ആ ഇക്വറ്റോറിയൽ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് ദ സെയിം ആസ് ദ ടാൻ ബി പൊസിഷൻ. ടാൻ ബി പൊസിഷനിൽ നമ്മൾ ഇക്വറ്റോറിയൽ പോയിന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഫോർമുല നമുക്കറിയാം, μ0/4π d by root of d by d square plus L square raised to 3/2. The same equation we will use here, that is B is equal to μ0/4π P into 1 by d square minus d by d square plus L square raised to 3/2, because we are having the two components of the magnetic field. എന്നിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ വീണ്ടും ടാൻജന്റ് ലാ കൊണ്ട് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡായ ബി എച്ച് ടാൻ തീറ്റ കൊണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എമ്മും ബി എച്ചും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. See here, after this, again the same formula, this is being equated to VH tan theta. After that, we will get the value of P, that is P is equal to dipole moment M എന്ന് പറയുന്ന dipole momentന്റെ വാല്യൂ ആണിത്. ഈ ഫോർമുലയാണ് എന്ത്? Magnetic moment at the tan C position. So tan C position, that is not as simple as what tan A and tan B position, because the formula is quite seem to be complex. അപ്പോൾ ടാൻ എ പൊസിഷൻ ടാൻ ബി പൊസിഷനിലുള്ളതും വളരെ സിമ്പിൾ ആണ്. അതായത് ബി എച്ച് ടാൻ തീറ്റയെ നമ്മൾ ടാൻ ബി ആണെങ്കിൽ ഇക്വറ്റോറിയൽ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അതേസമയം ടാൻ എ പൊസിഷൻ ആണെങ്കിൽ നമ്മളുടെ ബി എച്ച് ടാൻ തീറ്റ എന്ന് പറയുന്ന ടാൻജന്റിലായ മാഗ്നറ്റിക് ഫീൽഡിനെ ആക്സിയൽ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഇക്വേറ്റ് ചെയ്യുന്നു. So this is what the details of the deflection magnetometer. Thanks for watching this video.